സംസ്ഥാന വ്യാപകമായി കേരള പോലീസ് ഓൺലൈൻ തട്ടിപ്പുകാർക്കെതിരെ നടത്തുന്ന സൈബർ ഹണ്ടിന്റെ തുടർച്ച ഇന്ന് മൂവാറ്റുപുഴ പേഴയ്ക്കാപ്പള്ളിയിലും ഉണ്ടായിരിക്കുന്നു. ഏതാണ്ട് 100ഓളം പോലീസുകാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് 4 CI-മാരുടെയും മൂവാറ്റുപുഴ DYSP-യുടെ നേതൃത്വത്തിൽ നടന്ന ഈ പരിശോധനയിൽ ഒരു സ്ത്രീ അടക്കം 8 പേർ പിടിയിലായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ സ്ത്രീ മൂവാറ്റുപുഴയിലെ പേഴയ്ക്കാപ്പള്ളിയിലെ ഒരു പ്രാദേശിക കോൺഗ്രസ് നേതാവിൻ്റെ ഭാര്യയാണ് എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. ഏതായാലും സൈബർ തട്ടിപ്പുകാർക്ക് സാമ്പത്തിക സഹായം നൽകുക, കൂടാതെ അക്കൗണ്ട് എടുത്തു നൽകുക, ഈ അക്കൗണ്ടുകളിലേക്ക് വരുന്ന തുക വിഡ്രോ ചെയ്ത് അതിന് കമ്മീഷൻ മേടിക്കുക എന്നടക്കമുള്ള ക്രമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തിയ 8 പേരെയാണ് നിലവിൽ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുള്ളത് എന്നുള്ളതാണത്. ഈ തട്ടിപ്പുകൾക്ക് സഹായം നൽകി എന്നുള്ള വിഷയമാണ് ഇവർക്കെതിരെ പോലീസ് നടത്തുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇവർ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു എന്നും മൂവാറ്റുപുഴ DYSP പറയുന്നുണ്ട്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇനിയും പരിശോധനകൾ തുടരാനാണ് മൂവാറ്റുപുഴ DYSP-യുടെ നേതൃത്വത്തിലുള്ള സംഘം നടത്തുന്നത്. സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പരിശോധനകളുടെ തുടർച്ച എന്ന നിലയിലായിരുന്നു പേഴയ്ക്കാപ്പള്ളിയിലെ വിവിധ വീട്ടുകളിൽ ഈ പരിശോധന നടത്തിയത്. തുടർന്ന് ഇവരെല്ലാം തന്നെയും കസ്റ്റഡി എടുക്കുകയും ക്രമവിരുദ്ധമായ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതിന്റെ രേഖകൾ കൂടി പിടിച്ചെടുത്തിട്ടുണ്ട് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും ഈ മുൻപ് കേരള പോലീസ് സൈബർ ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ പരിശോധനകളുടെ ഭാഗമായി പിടിയിലായ സാമ്പത്തിക ക്രമക്കേട് നടത്തി തട്ടിപ്പ് നടത്തുന്ന ഓൺലൈൻ തട്ടിപ്പുകാരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പരിശോധന നടത്തിയിട്ടുള്ളത്. 8 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവരെ എല്ലാവരെയും തന്നെ റിമാൻഡ് ചെയ്യും എന്നാണ് നിലവിൽ പോലീസ് അതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വരികയാണ്. ഏതായാലും ഈ സൈബർ ഹണ്ട് എന്ന പ്രവർത്തനം എന്ന സാമ്പത്തിക ക്രമക്കേട് നടത്തുന്ന ഓൺലൈൻ തട്ടിപ്പുകാർക്കെതിരെയുള്ള ഈ വേട്ടയാടൽ ഇനിയും തുടരും എന്ന നിലപാടാണ് ഇപ്പോൾ പോലീസ് അധികൃതർ വ്യക്തമാക്കുന്നത്. നാളെയും മൂവാറ്റുപുഴയുടെയും സമീപ പ്രദേശങ്ങളിലും ഇത്തരം പരിശോധനകൾ ഉണ്ടാകും. ഈ ദൗത്യത്തിന് നേതൃത്വം നൽകിയത് മൂവാറ്റുപുഴയിലെയും സമീപ പ്രദേശത്തുള്ള 5ഓളം പോലീസ് സ്റ്റേഷനുകളുടെ ഏകോപനത്തോടെ ആയിരുന്നു എന്നുള്ളതാണ്. ഇവിടങ്ങളിൽ നിന്നുള്ള എല്ലാ CI-മാരുടെയും നേതൃത്വത്തിൽ മൂവാറ്റുപുഴ DYSP-യുടെ നേതൃത്വത്തിൽ ഈ ഓപ്പറേഷൻ പൂർത്തിയാക്കുകയായിരുന്നു. നാളെയും ഈ നിലയ്ക്കുള്ള പരിശോധനകൾ മൂവാറ്റുപുഴയിലെയും സമീപ പ്രദേശങ്ങളിലും ഉണ്ടാകുമെന്ന് പോലീസ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ജിബിൻ തോമസിനൊപ്പം മുഹമ്മദ് ആഷിഖ്, മീഡിയ 1 ഇടുക്കി.